2025 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. എസ് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 6. നമുക്ക് പഠിച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ബ്രാക്കറ്റിൽ കിടക്കണതിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈ എസ് ക്യൂബിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ S3 എസ് സ്ക്വയർ വരും. പക്ഷെ അവിടെ 1 പ്ലസ് എക്സ് റൈസ് ടു 6 കൂടെ കിടപ്പുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് T ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്നാ മക്കളെ? ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആൻസർ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. 1 ബൈ ഈ കിടക്കണം നോക്കി ചുമ്മാ എഴുതുക 1 പ്ലസ് എക്സ് റൈസ് ടു 6. പിന്നെ ഈ എസ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ 3s സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വരും. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലേക്കും കൂടെ ഒന്നുകൂടെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ഓൾറെഡി അവിടെ കിടപ്പുണ്ടായിരിക്കും. അത് അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതിയാൽ വളരെ ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ആവശ്യമില്ലാതെ കിടക്കണ ഒരേ ഒരു നമ്പറേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. ആ 3 എങ്ങോട്ട് പോകും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എസ് സ്ക്വയർ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 6 വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി നോക്കിയാൽ ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബിന് പകരം നമ്മൾ ടി എന്ന് കൊടുത്തു. അപ്പൊ ടി ഡി എക്സ് ബൈ ഇത്രയും ടോപ്പിക് എസ് സ്ക്വയർ ഡി എക്സ് 1 പ്ലസ് എക്സ് റൈസ് ടു 6 പകരം എന്ത് കൊടുക്കണം? നമ്മൾ ഡി ടി ബൈ 3 കൊടുക്കണം. അപ്പൊ ഡി ടി കൊടുത്താൽ മതി. 1/3 നമ്മൾ എന്താണ് നേരെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എഴുതാം. ഇനി ആൻസർ ആയില്ലേ? 1/3 അങ്ങനെ തന്നെ വരും. ടിയുടെ ഇന്റഗ്രൽ പവർ 1 അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2 പ്ലസ് ഇ വരും. ഇനി ടിക്ക് പകരം നമ്മൾ വാല്യൂ കൊടുക്കുക 1/6. 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ക്യൂബ് ദ ഓൾ റേസ്ഡ് 2 പ്ലസ് ഇ നമ്മുടെ ആൻസർ ആയി. 2025 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് ക്ലാസ് ഓവറയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.